Hi മക്കളെ, once again welcome back to EduPod. എല്ലാവർക്കും EduPodലേക്ക് സ്വാഗതം. നിഹാൽ സാറാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം തുടങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുന്നത് അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വരുന്നത് ശരിക്കും നിങ്ങൾക്ക് സാറേ നിങ്ങൾ പണിയായിട്ടില്ലേ വരുന്നല്ലേ ചോദിക്കുന്നത് അല്ലേ. ശരിക്കും പണിയൊന്നുമല്ല, നമുക്ക് എടുക്കാനുള്ള പണികൾ എത്രത്തോളം ഉണ്ട് എന്നാണ് ഈ അറിയിക്കുന്ന ഒരു സാധനമാണ്, വേറൊന്നുമല്ല. നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് എത്രത്തോളം ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിർബന്ധമായി, അതായത് നന്നായി പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് തുടക്കത്തിൽ നന്നായി പഠിച്ച് ഓണപ്പരീക്ഷയാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൃത്യമായി ഈ വീഡിയോ അവസാനം വരെ കാണാം. ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്രത്തോളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നോക്കാൻ വേണ്ടി പോകുന്നത്. റെഡി? അപ്പോൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് മലയാളം അല്ലേ. മലയാളം അടിസ്ഥാന പാഠാവലി എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായിരുന്നു നടക്കും തോറും തെളിയും വഴികൾ. അടിപൊളി പേരാണല്ലേ. നടക്കുമ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ നീളം, നമ്മളൊരു പണ്ടൊരു ഇത് പറയലടാ, തന്നെ ചവിട്ടും തോറും നീളം കൂടുന്ന സാധനം അല്ലേ. അതുപോലെ എന്താണ് നടക്കുന്നതോറും തെളിയുന്ന വഴികൾ എന്ന നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ശാന്തിനികേതം, സ്മാരകം, മണൽക്കൂനകൾക്കിടയിലൂടെ അല്ലെ 3 വെറൈറ്റി ചാപ്റ്റേഴ്സ് ആണ്. ഇതാണ് നിങ്ങളുടെ മലയാളം കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി എന്ന് പഠിക്കാനുള്ളത്. റെഡി? ഇനി അടുത്ത് വീണ്ടും നമ്മൾ മലയാളം കേരള പാഠാവലിയിൽ കടക്കുമ്പോൾ നിങ്ങൾക്ക് 2 യൂണിറ്റ് പഠിക്കാനുണ്ട് കേട്ടോ. ഒന്നേതാണ്, ഒന്ന് ഉള്ളിലുയിർക്കും മഴവില്ല്. ഉള്ളിയല്ലേ, ഉള്ളിലുയിർക്കും മഴവില്ല്. ഏതാണ്? സുഹൃതാഹാരങ്ങൾ, അമ്മ, പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് ഒക്കെ ഞാനൊക്കെ പണ്ട് പഠിച്ചാട്. പിന്നെ ഭൂമിയാകുന്നു നാം. ഏതാണ്? ആന ഡോക്ടർ, പുളിമാവും വെട്ടി, പ്രകൃതി പാഠങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് കേട്ടിട്ടുണ്ടാവില്ല അല്ലെ, ക്ലാസ് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 2 യൂണിറ്റ് ആണ് നിങ്ങളുടെ ഓണപ്പരീക്ഷ വരെ പഠിക്കാനുള്ളത്. അതിലാദ്യം എന്താണ് ഹവേഴ്സ് ആൻഡ് ഇയേഴ്സും അതുപോലെ തന്നെ വിൻസ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ 2 യൂണിറ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ. റെഡി? ഇനി ഹിന്ദി ആകുമ്പോൾ ഇതേപോലെ ഹിന്ദി 2 യൂണിറ്റ് നിങ്ങൾക്ക് ഹിന്ദിയും പഠിക്കാൻ കേട്ടോ. ഏതാണ്? ഇക്കായി ഏക്ക് അല്ലേ. യൂണിറ്റ് 1 എന്താണ്? ജി ബർ. പിന്നെന്താ? ഹാരിയാലിക്ക് ചാവ് മേ. എനിക്ക് വലിയ ഹിന്ദി ഒന്നും അറിയില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നേരെ അറബിയിലേക്ക് വരികയാണെങ്കിൽ അറബി നിങ്ങൾക്ക് 2 യൂണിറ്റ് ആണ് അല്ലേ. ലുഖാത്തു നൂറുൽ തഖദ്ദും. പിന്നെ എന്താണ്? ഖത്തറാത്തുൽ ഹയാത്ത് അല്ലേ. അറബി വാക്കാണ്. അപ്പോൾ 2 യൂണിറ്റ് നിങ്ങൾക്ക് അറബി പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് നമ്മൾ ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് അല്ല പറയാം, ഭൗതിക ശാസ്ത്രത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിലൊന്ന് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്സ്, പ്രകാശത്തിന്റെ അപവർത്തനം പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ, ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 3 ചാപ്റ്റേഴ്സ് ആണ് ഫിസിക്സ് എന്ന് പഠിക്കാനുള്ളത്. ഇനി നേരെ നമ്മൾ കെമിസ്ട്രി രസതന്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഘടന പഠിക്കാനുണ്ട്. പീരിയോഡിക് ടേബിൾസിനെ പറ്റി പഠിക്കാനുണ്ട്. കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കുവാനുണ്ട്. റെഡി? ഇനി നേരെ നമ്മൾ ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ, ജീവശാസ്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് ടു ലൈഫ് പ്രോസസ്, ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതേപോലെ ഡൈജഷൻ ആൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻ, ദഹനവും പോഷക സംവഹനം എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതേപോലെ റെസ്പിറേഷൻ ആൻഡ് ദ എക്സേഷൻ, ശ്വസനവും വിസർജനവും എന്ന ടോപ്പിക്ക് പഠിക്കും. അപ്പോൾ ഈ ആദ്യം 3 ചാപ്റ്ററാണ് ബയോളജി പഠിക്കാൻ. റെഡി? ഇനി നേരെ നമ്മളെ സോഷ്യൽ സയൻസിൽ, നമ്മുടെ സ്വന്തം സോഷ്യൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ടാ? ആദ്യം അല്ലേ ഹിസ്റ്ററിയിൽ നിന്നും ആദ്യം 4 ചാപ്റ്റർ ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫിയിലോ ആദ്യത്തെ 3 ചാപ്റ്റർ നിങ്ങൾക്ക് എവിടെയും പഠിക്കാനുണ്ട്. ജിയോഗ്രഫിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റെഡി? അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിന് ഏറ്റവും ടോപ്പായിട്ട്, ഏറ്റവും അവസാനമായിട്ട് മാത്സ് വളരെ പ്രധാനപ്പെട്ടാണ് അല്ലേ. ഗണിതത്തിൽ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതാ? സമവാക്യ ജോഡികൾ, പുതിയ സംഖ്യ, സമാന്തര വരകൾ, ഗുണന സമവാക്യം, അഭിന്നക ഗുണനം. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ഒക്കെ 5ഉം വളരെ ടഫ് ചാപ്റ്റേഴ്സ് പോലെ തോന്നുന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നന്നായി നിങ്ങൾ പഠിച്ചിരിക്കുകയാണ് ചാപ്റ്റേഴ്സ് ആണ്. റെഡി? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓണപ്പരീക്ഷയ്ക്ക് വരാനുള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ നിർബന്ധമായി എജുപോണിൻ്റെ ലൈവുകൾ എല്ലാ ദിവസവും മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം. കാരണം ഓണപ്പരീക്ഷ ഫസ്റ്റ് നമ്മൾ ഇത്രയും കാലം പഠിച്ചതിൻ്റെ ആദ്യ റിസൾട്ടായിട്ട് ഓണപ്പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായി നമ്മൾ ക്ലാസ് കാണുന്നതിൻ്റെ ഗുണം എന്താണെന്ന് കറക്റ്റ് കിട്ടും. അതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, പരീക്ഷ പേടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട്, അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിനൊക്കെ നമുക്ക് പരിഹാരം കാണണം, പരിഹാരം കണ്ടേ മതിയാവും അല്ലേ. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഓണപ്പരീക്ഷ നമ്മൾ തകർക്കും. അതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി എജുപോണിൻ്റെ ക്ലാസ്സസ് ഞങ്ങളെ കൂടെ അങ്ങ് വരുന്നാൽ എല്ലാം സെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്കും തരാൻ വേണ്ടി മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്. ബൈ.